നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ഷീബ. ഷീബയുടെ മുഖം, ഈ അമ്മയുടെ മുഖം കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ ബോധപൂർവം മറന്നുപോയൊരു മുഖമാണ് ഈ അമ്മയുടെ. വയനാട് MP ആയി വിജയിച്ചു നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി ഈ അമ്മയുടെ മുഖം ഒന്ന് കാണണം. വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് ഈ അമ്മയുടെ കണ്ണീരിന്റെ വിലയുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജിൽ നിഷ്ഠൂരമായി മരണത്തിലേക്ക് കടന്നുപോയ ഒരു മുഖം, സിദ്ധാർത്ഥിന്റെ മുഖം, അത് നമുക്ക് മറക്കാൻ കഴിയില്ല. സിദ്ധാർത്ഥിന് വേണ്ടി കരയാത്ത ദിവസങ്ങളില്ലമ്മ. ജയപ്രകാശ് എന്നൊരു അച്ഛന്റെ വേദന കേരളം നെഞ്ചേറ്റിയതാണ്. പലവട്ടം ആ വാർത്തകൾ മലയാളികളുടെ മുന്നിൽ മലയാളി വാർത്ത ഉൾപ്പെടെ അവതരിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചരണ വിഷയമായി ജനങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത് സിദ്ധാർത്ഥന്റെ മരണമായിരുന്നു. ഈ അമ്മയ്ക്കും അച്ഛനും സിദ്ധാർത്ഥന്റെ ആത്മാവിനും നീതി ലഭിക്കും എന്ന പ്രതീക്ഷയായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ആ കേസ് അട്ടിമറിച്ചു. അതിന് ഭരണകൂട ഒത്താശ പൂർണ്ണമായി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നിസ്സംഗതയോടെ അത് നോക്കി നിൽക്കാൻ മാത്രമേ ഈ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഒടുവിൽ എല്ലാവരും വിസ്മരിച്ച് മറവിയിലേക്ക് തള്ളിവിടുമ്പോൾ ഈ കുടുംബത്തിന്റെ വേദന എത്രമാത്രമുണ്ട്. അവർക്ക് നീതി കിട്ടിയോ? ഇത് കൃത്യമായൊരു അന്വേഷണമാണ്. ഒരമ്മ എന്ന നിലയിൽ മകന്റെ ആ വേർപാടിൽ ദുഃഖിക്കുന്നുണ്ട് എന്നറിയാം. എങ്കിലും ആ ദുരൂഹമായ മരണത്തിൽ, കൊലപാതകമെന്ന് ഞങ്ങൾ പറയാ, കൊലപാതകത്തിൽ നീതി കിട്ടിയോ? ഇപ്പോൾ ഞങ്ങളുടെ കേസ് CBI നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പം കോളേജിലെ കാര്യം പറഞ്ഞാൽ, ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം അടുത്തായി കോളേജിൽ കുട്ടികളെ എക്സാം എഴുതാൻ വേണ്ടി അനുവദിച്ചു. പ്രതികളായിരുന്ന കുട്ടികളെ അനുവദിച്ചു. അവർ കുറച്ച് പേര് കുറച്ച് എക്സാം എഴുതിയെന്ന് അറിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം പഴയതുപോലെ കുട്ടികളെ തിരികെ എടുത്തില്ലെന്നേ ഉള്ളൂ. കോളേജിലോട്ട് എടുത്തിട്ടില്ല, പക്ഷെ എക്സാം എഴുതി. അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് മണ്ണുത്തി സെന്റർ വെച്ചിട്ട് അവിടെയാണ് സൗകര്യം ചെയ്തു കൊടുത്തത്. അതായത് ഇവര് സർക്കാർ സൗകര്യം ചെയ്തു കൊടുത്തു. എക്സാം എഴുതാൻ വേണ്ടി സർക്കാർ തന്നെ സൗകര്യം ചെയ്തു കൊടുത്തു. പിന്നെ DNA അസിസ്റ്റന്റ് വാർഡനെയും തിരികെ എടുക്കാൻ വേണ്ടി സർവകലാശാല മാനേജിംഗ് കൗൺസില് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു വച്ചിരിക്കുന്നു. തിരികെ വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതില് ഭൂരിപക്ഷം ആളുകൾ തീരുമാനിച്ചു, മാനേജിംഗ് കൗൺസിലുള്ള ഭൂരിപക്ഷം ആളുകൾ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ആ ഭൂരിപക്ഷത്തിലുള്ളതാണ് സച്ചിൻ ദേവ് MLA. അദ്ദേഹത്തിന് DNA അസിസ്റ്റന്റ് വാർഡനെ കയറ്റണം. അതിപ്പോ 2 അധ്യാപകരെ കയറ്റുന്നു എന്നല്ല, 2 പാർട്ടി പ്രവർത്തകരെ കയറ്റുന്നു എന്നാണ് അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി നിയമസഹായത്തിന് ഈ DNA അസിസ്റ്റന്റ് വാർഡിനെ സഹായിക്കാൻ വേണ്ടി പണപ്പിരിവ് അവിടെ നടക്കുന്നുണ്ട്. ഓരോ അധ്യാപകരിൽ നിന്ന് 2000 രൂപ വെച്ച് പ്രവേശിപ്പിക്കാൻ, നിയമസഹായത്തിന് അവരെ സഹായിക്കാൻ. ഇപ്പൊ ഡീനും അസിസ്റ്റന്റ് പറഞ്ഞു അത്രയും സഹായം ഇല്ലാതെ നിൽക്കുകയല്ലേ, അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി പാർട്ടി തന്നെ സഹായിക്കുന്നു. ഒരു ഇരയായ സിദ്ധാർത്ഥിന് എന്തെങ്കിലും അവർക്ക് അവരുടെ കുടുംബത്തിനോ അവർക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ ഉള്ളത് ഡീനും അസിസ്റ്റന്റ് വാർഡനുമാണ്. കൊലപാതകങ്ങൾക്ക് വേണ്ടി അവർ പിരിവെടുത്താണെങ്കിലും ഞങ്ങൾ നിയമം സഹായം ചെയ്ത് നിങ്ങൾ അകത്ത് കയറ്റിക്കോളാം എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. കോടതിയിൽ കേസ് നിലനിൽക്കുന്നു അല്ലേ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു ഫൈനൽ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല. അപ്പൊ ഇവര് അധ്യാപകരല്ല അവർക്ക് ആവശ്യം. നമ്മുടെ പാർട്ടിയിൽ 2 പേര് പുറത്തു പോയിക്കൂടാ. പുറത്തു പോവുകയാണെങ്കിൽ എന്തോ അവർ തെറ്റ് ചെയ്തു എന്നല്ലേ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഇവരകത്ത് കയറ്റണം. കൊലപാതക പട്ടികയിൽ പ്രതി ചേർത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ പകര സംവിധാനത്തിലൂടെ പരീക്ഷ എഴുതിപ്പിക്കുന്നു. ഇതിന് ഉത്തരവാദിയായ ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരികെ എടുക്കാൻ എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നു. അതിനുവേണ്ടി പണപ്പിരിവ് നടത്തുന്നു. എത്രയോ ഭീകരമാണ് കേരളത്തിന്റെ അവസ്ഥ. മറിച്ച് ഒരു ഇരയായ, ഏറെ വേദനിക്കുന്ന ഈ കുടുംബത്തിന് സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ? സഹായം എന്നല്ല, ഈ സച്ചിൻ ദേവ് MLA ഒക്കെ ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം അവിടെ ചെന്നിട്ട് ആക്രോശിച്ചെന്നാണ് പറയുന്നത്. 2 തിരികെ എടുക്കണം. 12 അംഗ പേര് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിലൊരാളാണ് സച്ചിൻ ദേവ്. അതുപോലെ ഒരു MLA ആണ് സിദ്ദിഖ് MLA, അവിടുത്തെ VC. ഇവരൊക്കെ അതിനെ എതിർക്കാൻ ഭൂരിപക്ഷം ഉള്ളടത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം അതിനെ എതിർത്തു. അപ്പൊ ഭൂരിപക്ഷം ഇവിടെ ആയിരുന്നു, ഇടതുപക്ഷത്തിനായിരുന്നു. അധ്യാപക സംഘടന അവിടെ ഉള്ളൂ, ഇടത് അധ്യാപക സംഘടന. അവരാണ് ഇപ്പൊ പണപ്പിരിവ് നടത്തുന്നത്.
അപ്പൊ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി ഏത് രീതിയിൽ ഏതറ്റം വരെയും പോകുമെന്നല്ലേ ഇതിന്റെ അർത്ഥം. CBI അന്വേഷണം നടത്തുമ്പോൾ അതിനെ ഒരുപക്ഷെ അട്ടിമറിക്കുകയാവും ഇവിടുത്തെ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും പാർട്ടിക്കാരുടെയും ഒക്കെ ലക്ഷ്യം. അപ്പോൾ തിരികെ ഇവരൊക്കെ അധികാരത്തിൽ വരിക അവരുടെ കൂടി ആവശ്യമായിരിക്കും അല്ലെ? അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാല് ഒരു വന്നാൽ കോളേജിൽ എന്ത് നടക്കും? ഇതുപോലെ ഒരു കുറച്ച് കുട്ടികളെ കൂടെ ഇനിയും പല കോളേജുകളിലും വേണം എന്ന് പറഞ്ഞാല് വീണ്ടും നമ്മുടെ ഇതൊന്നും വരരുത് എന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല. സംരക്ഷണം ഉള്ളിടത്തോളം കാലം പേടിയില്ല കുട്ടികൾക്ക് പേടി ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അതിനെതിരായിട്ട് കുട്ടികൾ പരീക്ഷ എഴുതാൻ കൊടുത്തു, അവർക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഒപ്പോസ് ചെയ്യാമായിരുന്നില്ലേ? പരീക്ഷ എഴുതാൻ പറ്റില്ല. 94 ദിവസം അകത്ത് കിടന്നവരാണ്, അറ്റൻഡൻസ് ഇല്ല, റെക്കോർഡ് ഇത് കാര്യങ്ങളൊക്കെ ഒരു വെറ്റിനറി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെല്ലാം ആവശ്യം വരും? 3 മാസം കൊണ്ട് എന്തെല്ലാം ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതൊന്നും ഇല്ലാതെ ഒരു കുട്ടി എക്സാം എഴുതുന്നുവെങ്കിൽ അത് ആരുടെ ആവശ്യമാണ്? കുട്ടികളുടെ ആവശ്യമാണെന്നുള്ളത് കുട്ടികൾ കിട്ടിയില്ല എങ്കിൽ അവർ പേടിക്കും. ആ പേടി കൊടുക്കുന്നില്ല. അത്രയും കാലത്തോളം ഇതുപോലുള്ള തെറ്റുകൾ ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ പ്രതികളെ സംരക്ഷിക്കുക വഴി പാർട്ടി കേടുദിവസം വളർത്തുക, അതായിരിക്കും മറുവശത്ത് കൂടുതൽ ഇരകൾക്ക് ഭയം ജനിപ്പിക്കുക. ഇരകൾക്ക് ഭയം ജനിപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കുക, നിങ്ങൾ ചെയ്തോ, ഞങ്ങളുണ്ട് എന്ന്. അതെ, പാർട്ടിയുടെ ഒരു കേഡർ സ്വഭാവമാണ്. കാരണം ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് ഉണ്ടാക്കിയെടുക്കുക, അതെ, ആളുകളെ ഭയപ്പെടുത്തി വരുതിയിൽ വരുത്തുക. സിദ്ധാർത്ഥിന്റെ ഈ മരണത്തിന് ശേഷം ഇപ്പോൾ CBI അന്വേഷിക്കുന്നു. ഈ പ്രതിപട്ടികയിലുള്ളവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളെ സ്വാധീനിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ പിന്നീട് ശ്രമിച്ചിട്ടുണ്ടോ? ഞങ്ങളെ കോളേജിൽ നിന്ന് ഒരാൾ പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. നമുക്ക് അനുകൂലിച്ച് വിളിച്ചിട്ടില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. ആ സംഭവത്തിന് ശേഷം കുറച്ചുപേര് ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേ കുറച്ച് അധ്യാപകര് അത് പോയിട്ട് ഒരു കുട്ടിയോ അവനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറോ ഞങ്ങളെ വിളിച്ചിട്ട് എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, 1.5 വർഷം പഠിച്ച കുട്ടിയാണ്, സെക്കൻഡ് ഇയർ ആയ കുട്ടിയാണ്, ഒന്നുമില്ല. ഇപ്പൊ അടുത്തായിട്ട് ഞങ്ങളുടെ മോന്റെ സാധനങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, 1/4 ഭാഗം സാധനങ്ങൾ പോലും കിട്ടിയിട്ടില്ല. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അവര് എണ്ണം തികയ്ക്കാൻ വേണ്ടി ഓരോന്ന് എടുത്ത് കാണിച്ചു തരും. അത് ഇട്ടിരുന്ന രംഗം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു. അപ്പം എന്റെ ബ്രദറും കസിൻസ് ഒക്കെയാണ് പോയത്. ഇങ്ങനെ ചാക്കിൽ ഇങ്ങനെ ഡംപ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അത് തുറന്നിട്ട് തട്ടിയിട്ട് വേസ്റ്റിൽ നിന്ന് എടുക്കും പോലെ എടുത്തത് ഡ്രസ്സുകൾ, അതും എണ്ണപ്പെട്ട 1 2 എന്ന് പറഞ്ഞു. മാസത്തിൽ ഏകദേശം 1 പ്രാവശ്യമൊക്കെ വരുന്നത്. അപ്പൊ എന്ത് ഡ്രസ്സ് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ വാച്ച്, കണ്ണട, ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, വേറെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വാച്ച് കിട്ടിയിട്ടില്ല, ഉപയോഗിച്ചിരുന്ന കണ്ണട കിട്ടിയിട്ടില്ല. അപ്പൊ അത് വളരെ വൈകിയോ നമ്മൾ എടുക്കാൻ? എന്തുകൊണ്ടാണ് എടുക്കാൻ? അവര് പറഞ്ഞാലേ നമുക്ക് പോയി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു എടുത്തോളാൻ ഇങ്ങനെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോകാൻ പറഞ്ഞപ്പോ നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. കേരളം അത്രയേറെ ഉത്കണ്ഠയോടെ ബാഗ്, സാധനങ്ങള്, ഡ്രസ്സുകള്, ബാഗൊന്നും കിട്ടിയില്ല. ഇല്ല, ചെരുപ്പുകൾ അന്ന് ഉപയോഗിച്ച അപ്പോൾ സമയത്ത് വന്ന കുട്ടിയാ. അപ്പൊ തിരികെ പോകുമ്പോ ബാഗിൽ തുണികളും സാധനങ്ങളും എല്ലാം അത് ഒരു പാക്കായിട്ട് കാണുമല്ലോ. അതൊക്കെ എവിടെയാ? ഇത് മുറിയിൽ തന്നെയാണോ സൂക്ഷിച്ചിരുന്നത് അതോ മറ്റെവിടെയെങ്കിലും ആണോ? ഇതിപ്പോ എവിടെയോ ഒരു സ്ഥലത്ത് ഡംപ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് ചെന്ന് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ബുക്ക് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മോന്റെ ഒരു ബുക്ക് പോലും കിട്ടിയിട്ടില്ല. ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. ബുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും പോലും കിട്ടിയിട്ടില്ല. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് +2 ഉണ്ട്, ഒരു ടെക്സ്റ്റും 2 നോട്ടും, അത് മാത്രം ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാൻ ആരൊക്കെയായിരുന്നു? എന്റെ ബ്രദറും കസിൻസും അവരാണ് പോയത്. അവർ പോയിട്ട് വീഡിയോ കോള് ചെയ്തെന്നെ കാണിച്ചത്, ഇത് മോന്റെ ആണോ അതൊന്നും ഞങ്ങളുടെ അല്ല, ഞങ്ങൾ ഒരു കളർ പറയുന്നുണ്ടെങ്കിൽ അവർ ആ കളറിലുള്ള ഡ്രസ്സ് എവിടുന്നോ കൊണ്ടുവരികയാണ്. അത് എവിടുന്നെന്ന് അവർക്കും അറിയില്ല. എവിടുന്നോ ഇപ്പൊ റെഡ് കളർ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ അവര് എവിടുന്നോ ഒരു റെഡ് കളർ കൊണ്ടുവരുന്നുണ്ട്. അത് പക്ഷെ ഞങ്ങളുടെ അല്ല. അത് എണ്ണം തികയ്ക്കാൻ അല്ലെങ്കിൽ ആ കളർ തികയ്ക്കാൻ വേണ്ടി കൊണ്ടെത്തിക്കുകയാണ്. പിന്നെ 4-5 ജോഡി ചെരുപ്പുണ്ടായിരുന്നു, അതില്ല. ബാഗിനകത്ത് പല സാധനങ്ങളും ഞാൻ ഇവിടുന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തന്നെ ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 മാസത്തിലൊരിക്കൽ വരുന്ന ഒരു കുട്ടിയുടെ ഒരു സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിലെ ഞങ്ങളുടെ പ്രേക്ഷകർ, മലയാളി വാർത്തയുടെ പ്രേക്ഷകർ പലപ്പോഴും വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ എന്നോട് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളുടെ കാര്യം അന്വേഷിക്കാറുണ്ട്. അത്രയേറെ ഉത്കണ്ഠയോടാണ് കേരളം സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ കാണുന്നത്. എന്നിട്ടും പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് ആ കുടുംബാംഗങ്ങൾ ചെല്ലുമ്പോൾ അവരെ
വേണ്ട വിധം സ്വീകരിച്ചില്ല, അവരോട് വിശേഷങ്ങൾ തിരക്കിയില്ല, അവസ്ഥ ചോദിച്ചില്ല, പിന്നീട് ആ കുടുംബത്തെ ആ കോളേജ് അധികൃതർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ക്രൂരമാണത്. അവിടെ ഉള്ളവർക്ക് അവിടെ ഇപ്പോഴത്തെ ഹെഡ് എന്ന് പറഞ്ഞ ഡീൻ എന്ന് പറഞ്ഞ ഒരു മായ ടീച്ചറാണ്. ടീച്ചർ അതിന് ഹോസ്റ്റലിനകത്ത് കണ്ടിട്ട് കേറിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഭയമായിരിക്കും. അതെന്ത് ഭയക്കുന്ന എന്തിനെങ്കിൽ പിന്നെ ഇറങ്ങി പോണ്ടേ? രാജിവെച്ച് പോകണം ഭയക്കുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നോക്കണം. ഇപ്പോഴും പഴയ അധോലോക സംഘാംഗങ്ങൾ തന്നെയാണോ ഭരിക്കുന്നത്? ആയിരിക്കണം. ഇനി ഒരു പേടിക്കണം എന്തിനാണ്? മായ നമ്മളെ വിളിച്ചിട്ടുണ്ടോ? രണ്ടാമത് വിളിച്ചിട്ട് കുറച്ച് ഡ്രസ്സ് കൂടെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് ആ ഫോട്ടോസ് ഒന്ന് അയച്ചു തന്നാൽ മതി. ഇത് കൊണ്ടുവന്നതിന് ആദ്യം കൊണ്ടുവന്നതിൽ പോയി കൊണ്ടുവന്നതിൽ കുറച്ച് ഡ്രസ്സ് ഞങ്ങളുടെ അല്ലായിരുന്നു. ഞങ്ങൾ വീണ്ടും അതിനെ കൊറിയർ ചെയ്തു കോളേജിലോട്ട്. ഞങ്ങൾക്ക് വേണ്ട ആ ഡ്രസ്സ് ഒന്നും ആരുടെ. അങ്ങനെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ഡ്രസ്സ് ഇവിടെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, എന്റെ ഫോട്ടോ ഇട്ട് തരണം മാഡം എന്ന് പറഞ്ഞപ്പോൾ അവരിട്ട് തന്നു. അതിലും ഞങ്ങൾ ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു. സ്റ്റേഷനിലും കോളേജിലും ഇത്രയും സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിയുടെ. അതേ സാധനങ്ങളിലെ പല കുട്ടികളുടെ സാധനങ്ങൾ, അതായത് ഞങ്ങളുടെ അല്ല, അതേ സാധനങ്ങൾ തികയ്ക്കാൻ വേണ്ടി അതേ കളറുകളില് അവര് തന്നെ സംഘടിപ്പിച്ച് കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അയച്ചത്. അപ്പൊ ഇതൊന്നും ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞ് തിരികെ അയച്ചു. അപ്പൊ ഞാൻ മാഡത്തിനോട് ചോദിച്ചു, മാഡം എന്റെ ബ്രദറും ബന്ധുക്കളും കൂടെ വന്ന് നിന്ന് ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ അവിടെ നിന്നിട്ട് കിട്ടാത്ത സാധനം ഇപ്പൊ എവിടുന്ന് കിട്ടി? അപ്പൊ അവരുടെ മറുപടി, ഞങ്ങൾ ഇൻഫോം ചെയ്തിരുന്നു കുട്ടികൾക്ക്, ആ കുട്ടികള് കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ ആ കുട്ടികൾ എവിടുന്ന് കൊണ്ടുവന്നു? കുട്ടികളുടെ വീട്ടിൽ നിന്നോ, കുട്ടികളുടെ ബാഗിൽ നിന്നോ, കുട്ടികളുടെ റൂമിൽ നിന്നോ? അതറിയണ്ടേ നിങ്ങൾക്ക്? അന്ന് അത്രയും സമയം കണ്ടു കിട്ടാത്ത സാധനം എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു? എന്തൊക്കെ മറയ്ക്കാനാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്? അപ്പൊ ഉണ്ടായിരുന്നു ഒരു സ്റ്റെതസ്കോപ്പ്, ആരുടെയെന്ന് അറിയില്ല. കോട്ട് ഞങ്ങൾക്കറിയില്ല ആരുടെയെന്ന്. നെയിമിംഗ് ബോർഡ് വച്ചാൽ മതിയല്ലോ കോട്ടിനൊക്കെ. പിന്നെ വേറെ എന്തോ 1-2 സാധനം, അതിൽ 1-2 സാധനം ഞങ്ങളുടെ ഉണ്ട്. ബാക്കി കറക്റ്റ് എണ്ണം തികയ്ക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർക്ക് മറുപടി ഇല്ല. അതെന്തോ പറയാനെന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നതാണ് കുട്ടികൾ. അപ്പൊ ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാതെ ഇവരെന്തിനാ കോളേജിൽ ഇരിക്കുന്നത്? ഇത് അവരുടെ മേലധികാരികളെ അറിയിച്ചോ നമ്മള്? ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിയമപരമായിട്ട് പോയിട്ടുണ്ട്. സാധനങ്ങൾ പോലും പോലും തരാൻ അവരുടെ കയ്യിലില്ല. അവരാരെടുത്തോണ്ട് പോയെന്ന് അവർക്കറിയില്ല. കൊണ്ടുവന്ന കുട്ടികളെ നിന്ന് എഴുതി വാങ്ങണ്ടേ? നിങ്ങൾ എവിടെ ഏത് കുട്ടി ഏത് കൊണ്ടുവന്നെന്ന് അറിയണ്ടേ? ഇങ്ങനെ ഒരു കേസ് നടക്കുന്ന സ്ഥലത്ത് ഈ ഒരു കുട്ടിയെ കൊലപാതകം ചെയ്ത ഒരു കുട്ടിയുടെ സാധനങ്ങളാണ്. അത് തിരികെ കൊണ്ടുവരുമ്പോ ആരെ കയ്യിൽ നിന്ന് കിട്ടിയെന്നെങ്കിലും എഴുതി വാങ്ങണ്ടേ? വയനാട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. ഒരുപക്ഷെ കേരളം ഇത്രയേറെ സംഘർഷത്തിൽ ആയ, ഇളകി മറിഞ്ഞ, ഇത്രയേറെ മാനസിക വ്യത അനുഭവിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. പ്രിയങ്ക ഗാന്ധി നമ്മളെ വിളിച്ചിട്ടില്ലായിരുന്നു. ഹസ്ബൻഡ് ഞാൻ പോയി, സിദ്ധാർത്ഥന്റെ അച്ഛൻ പോയി കണ്ടിട്ട് അങ്ങോട്ട് പോയി കണ്ടു, നമ്മളെ വിളിച്ചില്ല. പ്രിയങ്ക ഗാന്ധി നമ്മുടെ കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായി ഇടപെടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷയിലാണ് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ ഇരിക്കുന്നു. കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്താണ് ഇപ്പോൾ ഒരു കുടുംബത്തിന്റെ അവസ്ഥ? അച്ഛൻ, അമ്മ, നിങ്ങൾ തികച്ചും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണല്ലോ. വീണ്ടും വിദേശത്തേക്ക് പിന്നെ അച്ഛൻ മടങ്ങി പോയില്ലല്ലോ? പോയോ? ഇതിപ്പോ ഞങ്ങൾക്ക് വേറെ വരുമാനം ഇല്ല. 5 മാസത്തോളം നാട്ടിൽ നിന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്. ബാക്കി കാര്യങ്ങൾ പെട്ടെന്നുണ്ടാവുന്ന ഈ ഒരു കാര്യം നമ്മുടെ പകച്ചു പോവില്ലേ? 5 മാസം വരെ പിടിച്ചു നിന്നു. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കണമല്ലോ. അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പൊ വിദേശത്താണ്. സിദ്ധാർത്ഥിന്റെ ഈ മരണത്തിൽ ഒരു നീതിയുക്തമായ അന്വേഷണം തന്നെയാണോ CBIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? ആ പ്രതീക്ഷയാണുള്ളത് അല്ലെ? പ്രതീക്ഷിക്കുന്നു. അത് നല്ലപോലെ പോകുന്നുണ്ടെന്ന് ഞങ്ങള് അറിഞ്ഞത്. അതാ ഇപ്പൊ ഞങ്ങളുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അതിനാണ്. എന്തെങ്കിലുമൊക്കെ പ്രാഥമിക വിവരങ്ങൾ അന്വേഷണത്തെ കുറിച്ച് നമുക്ക് കിട്ടിയോ? മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റുന്നത് മാത്രം പറഞ്ഞാൽ. ഇക്കുറി ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായിരുന്നു ADM നവീൻ ബാബുവിന്റെ മരണം. 2 അമ്മമാരുടെ, 2 കേരളത്തിലെ സ്ത്രീകളുടെ കണ്ണീർ, ഒന്ന് ഷീബയുടെ, മറ്റൊന്ന് മഞ്ജുഷയുടെ. വലിയ രാഷ്ട്രീയ ചർച്ചകളായ 2 സംഭവങ്ങളാണ്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ ബോധപൂർവം രാഷ്ട്രീയ കേരളം പോലും ഈ 2 പേരുകളും ഇനി മറന്നു കളഞ്ഞേക്കും. ഷീബ മഞ്ജുഷയെ ഫോണിൽ വിളിച്ചുവെന്നു
മഞ്ജുഷ ചില സ്വകാര്യ ദുഃഖങ്ങൾ ഷീബയോട് പറഞ്ഞു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് വാസ്തവമാണോ? ഇങ്ങനെ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോ വിളിച്ചിരുന്നു. അപ്പൊ അവര് എന്തു പറയാ, 2 മക്കള്, അവരുടെ എന്തെല്ലാം പ്രതീക്ഷകളാണ് അവിടെ, അവരുടെ വിഷമം പറഞ്ഞു. പിന്നെ അവര് ഏതറ്റം വരെ പോകാനും തയ്യാറാണ് മഞ്ജുഷ. അതെ, അവരുടെ ഒരു സംസാരത്തിൽ ആ ഒരു അത്രയും ഉണ്ട്. അവർക്ക് നീതി കിട്ടുന്നത് വരെ മുന്നോട്ട് തന്നെയാണ്. ഒരു പൊതുസമൂഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടല്ലോ. നമ്മുടെ ആ സംഭവം സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം പൊതുസമൂഹം സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നിരുന്നു. പക്ഷേ മനുഷ്യന്റെ കാര്യമാണ്, പെട്ടെന്ന് എല്ലാവരും മറക്കും കാര്യങ്ങൾ. അതിനുശേഷം കുടുംബം തികച്ചും ഒറ്റപ്പെട്ടു പോകും. നിയമ പോരാട്ടങ്ങളുടെ കാര്യത്തിലായാലും ഓർമ്മകളുടെ ലോകത്തായാലും ഒറ്റപ്പെട്ടു പോകും. സിദ്ധാർത്ഥന്റെ ഈ മരണത്തെ തുടർന്ന് കുടുംബത്തിന് പൂർണ്ണ കരുത്ത് പകർന്നെന്ന് സമൂഹമുണ്ടായിരുന്നു. പിന്നീട് സമൂഹത്തിന്റെ ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എല്ലാ പേരും ഇടയ്ക്ക് പല ആളുകളും വിളിക്കുന്നുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് ആരാണ്? സർക്കാരാണ് അല്ലേ? നമ്മുടെ ഭരണമല്ലേ നമ്മളെ നോക്കുന്ന, നമ്മള് ജയിപ്പിച്ചു വിടുന്ന ആളുകളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അവര് ബേക്കിലോട്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ഭരണകൂടമാണ്. കാരണം ഈ പ്രതിപ്പട്ടികയിലുള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇതേ ഭരണകൂടവും അവരുടെ പോലീസുമാണ്. അതാണ് ഷീബയുടെ കാര്യത്തിലും, മറിച്ച് തൊട്ടപ്പുറത്ത് നീതിക്ക് വേണ്ടി പോരാടുന്ന മഞ്ജുഷയുടെ കാര്യത്തിലും നേരിടുന്ന പ്രധാന പ്രശ്നം അല്ലേ? നമ്മൾ സംരക്ഷിക്കേണ്ടവർ തന്നെ നമ്മളെ തള്ളിപ്പറഞ്ഞാൽ എന്ത് ചെയ്യും? വേറൊന്നും വേണ്ട, ഒരു മനുഷ്യത്വത്തിന്റെ പേരില്ലെങ്കിൽ. കോളേജില് ഒരു പാർട്ടിയേ ഉള്ളൂ, SFI. ഒരു അധ്യാപക സംഘടനയേ ഉള്ളൂ, അത് ഇടതു അധ്യാപക സംഘടന. അപ്പൊ അവർക്ക് അവിടെ എന്തുമാകാം. അല്ലെങ്കിൽ ഒരു 3 ദിവസം ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? അവിടെയുള്ള അധ്യാപകർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക്, കണ്ടുനിന്ന കുട്ടികൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഒരു ഗുണ്ടായുസം? ആ കുട്ടികൾക്ക് അത്രയും പേടിയാണ്. അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പോലും, അല്ലെങ്കിൽ അവരുടെ സാർമാരെ പോലും വിളിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ അതെങ്ങനെയായിരിക്കും അങ്ങനെ ഒരു കോളേജ് നടത്തി വരുന്നത്? ഇപ്പോഴും സിദ്ധാർത്ഥിന്റേത് ഒരു കൊലപാതകം തന്നെ എന്നല്ലേ ഉറപ്പായിട്ടും വിശ്വസിക്കണം? അല്ലാതെ വേറൊന്നുമില്ല. അത് അവര് ചെയ്തതാണ്, കുട്ടികൾ തന്നെയാണ് ചെയ്തത്. ഞങ്ങളല്ല, ലോകം മൊത്തം അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ മാത്രമുള്ളതല്ല. CBI അന്വേഷണത്തിൽ തീർച്ചയായിട്ടും ഒരു നീതി ഈ കുടുംബത്തിന്, സിദ്ധാർത്ഥിന്റെ ആത്മാവിന് ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാനേ കഴിയൂ. കാരണം കേരളത്തിന്റെ പോലീസ് അന്വേഷിച്ച് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ്. അന്ന് അന്വേഷണം നീതിപൂർവമല്ല എന്ന് കുടുംബത്തിന് ബോധ്യമുണ്ടായിരുന്നല്ലോ തുടക്കം മുതൽ, അല്ലേ? കേരള പോലീസ് അന്വേഷിക്കുമ്പോൾ അവർക്ക് ഇപ്പൊ നമ്മുടെ ബേക്കിൽ ആരെങ്കിലും നിന്ന് നമ്മുടെ കടിഞ്ഞാൺ വലിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ അത് അങ്ങനെ കരുതുന്നത്. ഞങ്ങൾക്ക് ആദ്യം പോലീസിന്റെ അതിലോട്ട് പോയപ്പോ നല്ല രീതിയിലുള്ള ഒരു മറുപടി ആയിരുന്നു കിട്ടിയത്, പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം അതെവിടെയാണ് പകച്ചു പോയതെന്ന് അറിയില്ല. സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നവർ ഈ കൊലപാതകത്തെ മൂടിവെക്കാൻ വേണ്ടി മാത്രമാണ് അത്തരം ചില കഥകൾ പ്രചരിപ്പിച്ചത്. സിദ്ധാർത്ഥിന്റെ ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിധത്തിലായിരുന്നു എന്നൊക്കെ ചില കഥകൾ ആ കാലത്ത് പരത്തിയിരുന്നു. സിദ്ധാർത്ഥ് പൊതുവെ എങ്ങനെയായിരുന്നു കുടുംബത്തില്, വീട്ടിൽ അമ്മയോട് ഇടപെടുന്നത്, അച്ഛനോട് ഇടപെടുന്നതൊക്കെ? ഡെയിലി വിളിക്കുമായിരുന്നു, എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. ഇപ്പൊ അവൻ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഇപ്പം ബിസി ആണെങ്കിൽ എന്റെ അടുത്ത് പറയാം വിളിക്കാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വിളിക്കും. അഥവാ വിളിച്ചിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒരു ആഹാരം കഴിച്ച കാര്യം പറഞ്ഞിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം വിളിച്ചിട്ട് കുറേ സമയം സംസാരിക്കും. 2 ദിവസത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കും. പിന്നെ ഇവിടെ ആയിരുന്നാലും, അവൻ പഠിച്ച സ്കൂളിലായിരുന്നാലും, ഇപ്പൊ പോയെടുത്തായിരുന്നാലും എല്ലാ പേരും അവന് ഇതുവരെ ഒരു കുട്ടി ഇങ്ങനെ ചെയ്തു അമ്മോ വിഷമം പറഞ്ഞിട്ടില്ല. അതായിരിക്കാം അവന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഒരു എന്ത് ചെയ്തെന്നാലും അത് അങ്ങനെയാണമ്മ, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങനെയാണ്. റാഗിങ് ഉണ്ട്, അതെല്ലായിടത്തും ഇപ്പൊ ഉള്ളതാണ്. ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ അത് ചെയ്യുന്നു, അവരെ പറഞ്ഞു, അത് സന്തോഷത്തോടെയാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവിടെ കോളേജിനകത്ത് ആസ്വദിക്കേണ്ടതാണ്. അപ്പൊ അടുത്ത വർഷം നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു രീതിയായിരുന്നു. പിന്നെ എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആദ്യം വന്നിട്ട് എന്റെ കൂടെ വന്ന ടീച്ചർ പറഞ്ഞത് അവൻ ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ്. കോളേജിൽ മൊത്തം അവന് ഒട്ടും സമയമില്ല, ഒന്നിനും സമയമില്ല. ക്ലാസ് റെപ്പാണ്,
അപ്പൊ പിന്നെ അവരവരുടെ കാര്യം, അവിടെ കോളേജിലെ ഹോസ്റ്റലിലെ കാര്യം അത് ചെയ്യണം, അവിടെ വെള്ളമില്ല, അവിടെ ഭക്ഷണത്തിന്, എല്ലാത്തിലും ശ്രദ്ധയുണ്ട്. എല്ലാത്തിലും അവന്റെ കാര്യത്തിനേക്കാളും കൂടുതൽ അവന് മൊത്തം ഇങ്ങനെ ഓടി നടക്കുന്ന കുട്ടിയാണ്. മറ്റുള്ള കുട്ടികളോട് വലിയ കൂട്ടും സ്നേഹവും. നല്ല എന്നുവെച്ചാൽ ഇട്ടോണ്ടുന്ന ഡ്രസ്സ് തന്നെ ചിലപ്പോൾ ഞാൻ പറയും, പോലെ ഇതാരുടെ ഡ്രസ്സ്, അത് ഒരു കുട്ടിയുടെ ഡ്രസ്സ്, അത് അമ്മ കഴുകി അയൺ ചെയ്ത് തന്നു വിട്ടണം എന്ന് പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട് ഇട്ടോണ്ടോന്ന്. അങ്ങനെ ഒരു പിന്നെ ഞങ്ങളുടെ വീട്ടില് 10-12 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് അതിൽ 5 പേര് ഇപ്പോൾ പ്രതികളാണ്. അതൊക്കെ ഞങ്ങൾക്ക് ഇത്രയും ഇവന്റെ അടുത്ത് വിരോധം ഉണ്ടാവണമെങ്കിൽ എന്തോ, അല്ലെങ്കിൽ അവൻ എന്തോ അവരുടെ കാര്യങ്ങൾ പുറത്തു പറയാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ എന്തോ രഹസ്യം ഉണ്ടായിരിക്കണം, അത് പുറത്തു പറയാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അവൻ അറിയാം. ഈ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം തുറന്നു പറയാറില്ല അല്ലേ? ഞങ്ങൾക്ക് അത് അറിയില്ല, അവര് ഉണ്ടായിരുന്നായിരിക്കണം, അതോ അത് ലാസ്റ്റ് ആയ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. കോളേജിലെ കാര്യങ്ങളെല്ലാം പറയും, പുറത്തു പോണതും ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതും അതെല്ലാം ഞങ്ങളുടെ കൂടെ രാത്രിയായിരുന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും. അതും ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാണ് പറയുന്നത്. ഞാൻ അവിടെ പോയി, അവരെ കൂടെ പോയി. മലപ്പുറത്ത് ഒരു NSSന്റെ ക്യാമ്പ് കഴിഞ്ഞിട്ട് എത്തിയതായിരുന്നു മോന്, ഇതിന് ഒരാഴ്ചക്ക് മുമ്പേ. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചാ പറയുന്നത്. ഞാൻ ചേച്ചിമാര് കൂടെ നിന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ ഇപ്പൊ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഞാനിങ്ങനെ പറയും, 1 വർഷമായല്ലേ ഉള്ളൂ മോനെ, നീ അതൊക്കെ ഇപ്പൊ ആലോചിക്കുന്നത്? ഇങ്ങനെയൊക്കെ പഠിച്ചാല് കുറെ ദിവസം കഴിയുമ്പോ നമുക്ക് പ്രാക്ടീസ് കിട്ടുള്ളൂ. അവന് ജസ്റ്റ് ഒന്ന് പഠിച്ചവിടെ നിന്ന് ഇറങ്ങണം എന്നല്ല, ശരിക്കും അത് ആസ്വദിച്ച് അത് എന്താണെന്നുള്ളത് അറിഞ്ഞ് വീണ്ടും അത് ഉപയോഗിക്കാൻ വേണ്ടി, അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചതല്ല. അല്ല, സിദ്ധാർത്ഥിന്റെ കഴിവുകളെ കുറിച്ചൊക്കെ അക്കാലത്ത് വലിയ വാർത്തകൾ വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ 3 ദിവസത്തെ ഒരു പരസ്യ വിചാരണ, സിദ്ധാർത്ഥിന്റെ തൂങ്ങി മരണം, അത് ഒരു കൊലപാതകമാണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞ നിമിഷം, സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ പ്രതിപട്ടികയിലുള്ള കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ, രാഷ്ട്രീയ ഇടപെടലുകൾ, ഭരണകൂട ഇടപെടലുകൾ, ഇതിനെ തുടർന്ന് കേരളത്തിന്റെ ഒരു പൊതുമനസ്സ്, പ്രത്യേകിച്ച് അമ്മ മനസ്സ് പൂർണ്ണമായി സിദ്ധാർത്ഥിനെ തങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമായി തന്നെ കണ്ടു. പല അമ്മമാരും എന്നെ കാണുമ്പോൾ പറയുമായിരുന്നു, സിദ്ധാർത്ഥിന്റെ ആ വാർത്തകൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് സിദ്ധാർത്ഥിനെ ഞങ്ങൾ കാണുന്നത്. ആ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആ കുടുംബത്തിന് ന്യായം കിട്ടണം, നീതി കിട്ടണം എന്ന് ശരിക്കും പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒട്ടനവധി പ്രേക്ഷകരുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഫോൺ കോളുകൾ നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇപ്പോഴും വിളിച്ചിട്ട് ചില അമ്മമാരെന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് 2 മക്കളുണ്ട്, അമ്മ എടുത്തോ, അമ്മ വിഷമിക്കരുത്, അമ്മ എടുത്തോ. ഞങ്ങൾക്ക് കണ്ടിട്ട് പോലുമില്ല മോനെ, എന്നാലും ഇത്രയും അടുത്ത് പോയി, ഇത്രയും ദിവസമായിട്ടും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അവന് പരിചയമുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ, പരിചയമില്ലാത്തവരിങ്ങനെ പറയുന്നെങ്കിൽ പരിചയമുള്ളവർ എങ്ങനെയായിരിക്കും? ഒരു ഫംഗ്ഷന് പോയാൽ ഒരു മൊബൈൽ വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കില്ല, ബന്ധുക്കളെല്ലാം കണ്ട് അവരെയൊക്കെ ഒന്ന് വിഷ് ചെയ്ത്. അതുകൊണ്ട് ഏജ് ഉള്ളവരായിരുന്നാലും അവന്റെ പ്രായത്തിലുള്ളവരായിരുന്നാലും ഒന്നുപോലെ അവനെ നോക്കിയിരുന്നു. സിദ്ധാർത്ഥിനെ വല്ലാതെ മിസ് ചെയ്യുന്നു അല്ലെ ജീവിതത്തിലും. അതിനപ്പുറത്ത് നമുക്കൊരു നീതി കിട്ടാത്തതിലുള്ള ഒരു ആത്മവേദന, ആ ഒരു സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളെ കുറിച്ച് കേരളം ഒന്ന് ചിന്തിക്കണം. CBI അന്വേഷിക്കുന്നുണ്ട്. കേസിൽ നീതിയുക്തമായി അവർ കേസിനെ കുറിച്ച് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അവരെ ശിക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷ ഉണ്ടല്ലോ അല്ലെ എപ്പോഴും? 100% പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നാലും നീതി കിട്ടണം. അതിവിടെ അല്ലെങ്കിലും ഒരു ദൈവത്തിന്റെ കോടതിയിലാണെങ്കിലും അവരനുഭവിച്ചേ പോകുള്ളൂ. മോനത് കാണിച്ചു കൊടുക്കണം, യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കുന്നത് കാണിച്ചു കൊടുക്കണം. എന്നാലേ ഞങ്ങൾക്ക് ഇപ്പൊ അറിയാന്നുള്ള കാര്യം, ഈ ഇപ്പൊ പ്രതികളായിട്ടിരിക്കുന്ന കുട്ടികളുടെ ഹിസ്റ്ററി നോക്കിയാല് ഏകദേശം പേരും ഇത് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഈ കൊലപാതകം നടത്താൻ ക്രിമിനൽസിന്റെ പട്ടികയിൽ ഉള്ളവർ തന്നെയാണ്. ഒന്നുകിൽ അത് അടച്ചു വെച്ചിരിക്കുന്നു, അറിഞ്ഞിട്ടും വെളിയിലൊന്നും അറിയുന്നില്ല. അങ്ങനെ തന്നെയാണ് അവരുടെ പകുതിയിൽ കൂടുതൽ കുട്ടികളും. അവരുടെ പ്രവർത്തകരായി ആവശ്യമുള്ളത് ഇത്തരം ക്രിമിനലുകളെയാണ്. അവരുണ്ടായിരുന്നാലേ കോളേജില് അടുത്ത് മറ്റുള്ളവരെ പേടിപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ. സംരക്ഷിക്കാനും ആളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പേടിയില്ലല്ലോ, അവർക്ക് പേടിയില്ല. ഇത് എക്സാം എഴുതിയിരിക്കുന്നു, കോളേജിൽ കയറിക്കൂടുന്നേ ഉള്ളൂ.
അപ്പൊ പേടിക്കണ്ടല്ലോ. ഇപ്പൊ വീട്ടിൽ നിന്ന് സുഖമായിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കാം. അതെ. എന്ത് മൈൻഡാണെന്ന് അറിയില്ല. എല്ലാ അമ്മമാരും ഒരമ്മയും പറഞ്ഞിട്ട് വരില്ല അല്ലെ, മോനെ നീ ഒന്ന് അടിച്ചിട്ട് വാ അല്ലെങ്കിൽ കൊന്നിട്ട് വാ എന്ന് പറയില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു പാരന്റ്സിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഒരു പ്രതീകം തന്നെയാണ്. മകന്റെ മരണത്തിന് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള അവരുടെ ഒരു ഇച്ഛാശക്തി. ആ ഒരു ഇച്ഛാശക്തി തന്നെയാണ് ഒടുവിൽ CBI അന്വേഷണത്തിലേക്ക് ഈ കേസ് എത്തിയതിന് പിന്നിലും. തോരാത്ത കണ്ണീർ, ആ വേദന, ഓർമ്മകൾ, ആ കുടുംബത്തോടൊപ്പം കേരളം ചേർന്ന് നിൽക്കണം. ഇപ്പോൾ വയനാട്ടിൽ ജയിച്ചിരിക്കുന്ന MP പ്രിയങ്ക ഗാന്ധിയും ഈ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കണം. കേരളം ഏറ്റവും അധികം വേദനിച്ച, സങ്കടപ്പെട്ട ആ നിമിഷങ്ങൾ, അതൊരു രാഷ്ട്രീയ പ്രചരണായുധമാക്കിയ പ്രതിപക്ഷം അവരുടെ പ്രചരണങ്ങളിൽ നിന്ന് ഈ വിഷയം മാറ്റരുത്. അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് സിദ്ധാർത്ഥിന്റെ മരണം ഒഴിവാക്കരുത്. ഇത് കേരളത്തിന്റെ അഭ്യർത്ഥനയാണ്. നന്ദി, നമസ്കാരം.